സഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സഫാൻ, നമ്മളിന്ന് മാർക്കറ്റ് നോക്കുമ്പോൾ നേട്ടത്തിലുള്ളൊരു ട്രേഡിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു കൂടുതൽ അപ്ഡേറ്റ്സുകൾ? വിഷ്ണു, ഈ മണിക്കൂറിൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.6% മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. നല്ലൊരു കുതിപ്പായത് 18,000 എന്ന ലെവൽ സ്മോൾ ക്യാപ് ഇൻഡെക്സ് സസ്റ്റെയിൻ ചെയ്യുന്നത് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എക്സാക്റ്റ് പറയുകയാണെങ്കിൽ റീസെൻ്റ് ആയിട്ട് 1 സെപ്റ്റംബർ മുതൽ ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയത് സ്മോൾ ക്യാപ് ഇൻഡെക്സിലെല്ലാം നല്ലൊരു കുതിപ്പാണ് കാണാൻ സാധിക്കുന്നത്. കറന്റ് ഒരു ബ്രേക്ക് ഔട്ട് സോണിലാണ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. 18,000 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പിൽ മോർ റാലി എക്സ്പെക്ട് ചെയ്യാം. എക്സ്പെർട്സ് പങ്കുവെക്കുന്നത് 19,161 എന്നത് ഒരു ഷോർട്ട് ടേം ടാർജറ്റായി ഒരു മേഖലയിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം എന്നതാണ്. ഇനി മിഡ് ക്യാപ് ഇൻഡെക്സിലേക്ക് നോക്കുകയാണെങ്കിൽ സമാനമായ മുന്നേറ്റം, ഏകദേശം 0.3% മുന്നേറ്റമാണ് മിഡ് ക്യാപ് ഓഹരികളിലും ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. റീസെന്റ് 1 സെപ്റ്റംബറിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ, അതായത് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് ഈ ഒരു ബോട്ടം ലെവലിൽ ഈ ഒരു മേഖലയിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം ഫോളോ ത്രൂ റാലീസ് ആണ് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിച്ചത്. റീസെന്റ് 58,094 എന്ന ലെവലിൽ ബ്രേക്ക്ഔട്ടും ഫോം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു കോൺട്രാക്ഷൻ, പ്രൈസ് കോൺട്രാക്ഷൻ പാറ്റേൺ ആണ് കറന്റ് ഫോം ചെയ്തിട്ടുള്ളത്. എക്സ്പെർട്സ് പങ്കുവെക്കുന്നത് 59,692 എന്നത് ഈ ഒരു മേഖലയിൽ നിന്നും ഷോർട്ട് ടേം ടാർജറ്റായി എക്സ്പെക്ട് ചെയ്യാമെന്നതാണ്. ഈ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ 21 സ്റ്റോക്കുകൾ അഡ്വാൻസും 29 സ്റ്റോക്കുകൾ ഡിക്ലൈനുമായിട്ടാണ് ഈ മണിക്കൂറിൽ ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 10 സ്റ്റോക്കുകൾ അഡ്വാൻസും 2 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. ഈ മണിക്കൂറിലെ സെക്ടോറിയൽ ഇൻഡീസസിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടർ ഫ്ലാറ്റ് ആയിട്ട് 0.03% മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ എനർജി മേഖലയിലും 0.48% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. FMCG മേഖലയിൽ നേരിയ തോതിലുള്ള ഇടിവ്, ഏകദേശം 0.08% ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ IT-യിലും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. മീഡിയ, മെറ്റൽ എന്നിവയിൽ മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. ഇനി നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി നേരിയ തോതിലുള്ള ഇടിവ്, ഏകദേശം 0.1% ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. എക്സാക്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 25,085 എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. റീസെന്റ് 25,000 എന്ന ലെവൽ മറികടന്നെങ്കിലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,255 എന്നതാണ് ഹൈ സപ്ലൈ സോണായി ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ആ മേഖല മറികടക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുന്നതാണ്. റീസെന്റ് ലാസ്റ്റ് 3 days ആയിട്ട് നിഫ്റ്റിയിൽ വോളിയം ബിൽഡപ്പ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ 25,255 എന്ന ലെവൽ മറികടക്കാനുള്ള ഒരു പോസിബിലിറ്റീസും എക്സ്പെർട്സ് പങ്കുവെക്കുന്നുണ്ട്. 25,255 എന്ന ലെവൽ മറികടക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ട്രെൻഡ് കൺഫർമേഷൻ ലഭിക്കുന്നതാണ്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നേരിയ തോതിലുള്ള മുന്നേറ്റം, ഏകദേശം 0.18% മുന്നേറ്റമാണ് ഈ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ കൂടുതൽ വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. കറന്റ് ഡേയും ഒരു വോളിയം ബിൽഡപ്പ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് 2 weeks ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചതെങ്കിൽ ലാസ്റ്റ് 4 days ആയിട്ട് മൊമെന്റം ബിൽഡപ്പ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ 54,391 എന്ന ലെവൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഈ മണിക്കൂറിൽ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ബജാജ് ഫിനാൻസ് 1.62% മുന്നേറ്റം രേഖപ്പെടുത്തുമ്പോൾ എറ്റേണൽ നേരിയ തോതിലുള്ള മുന്നേറ്റം, ഏകദേശം 0.34% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ആദാനി പോർട്സ്, ബജാജ് ഫിൻസർവ് എന്നിവയിലും മുന്നേറ്റമാണ് പ്രകടമാവുന്നത്. നിഫ്റ്റിയിലെ ടോപ്പ് ലോസേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ് 1.48% പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുമ്പോൾ ഇൻഫോസിസ്, അതുപോലെ ശ്രീറാം ഫൈനാൻസ്, സൺഫാർമ എന്നീ ഓഹരികളിലും ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഗെയിനേഴ്സിൽ കനറ ബാങ്ക് 0.64% മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഫെഡറൽ ബാങ്ക് എന്നീ ഓഹരികളിലും മുന്നേറ്റമാണ് പ്രകടമാവുന്നത്. ഈ ഒരു മേഖലയിലെ ടോപ്പ് ലോസസ് ലിസ്റ്റിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 0.82% ഇടിവും ആക്സിസ് ബാങ്കിലും നേരിയ തോതിലുള്ള ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഈ മണിക്കൂറിൽ എനർജി മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ 0.4% മുന്നേറ്റമാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം എനർജി മേഖലയുടെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ സ്ട്രോങ് സ്റ്റേറ്റിൽ, അതായത് ഒരു റാലി അറ്റംപ്റ്റ് സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല ട്രേഡ് ചെയ്യുന്നത്. ഇന്നൊരു കുതിപ്പാണ് ഈ ഒരു മേഖലയിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഒട്ടുമിക്ക എനർജി മേഖലയിലെ സ്റ്റോക്സിലെല്ലാം ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേറ്റിലാണ് എന്ന് പറയാൻ സാധിക്കും. ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അദാനി പവർ 1.3% മുന്നേറ്റവും, അതുപോലെ അനോക്സ് ഇന്ത്യ, അനോക്സ് വിൻഡ്, NHPC എന്നിവയിലും 2%-ലധികം കുതിപ്പാണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. ഈ ഒരു മേഖലയിലെ ടോപ്പ് ലോസസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് 0.23% ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇനി മീഡിയ സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ മീഡിയ സെക്ടറിലെ ടോപ്പ് ഗെയിനേഴ്സിൽ നസറ ടെക്നോളജീസ് 1.43% മുന്നേറ്റവും, നെറ്റ്വർക്ക് 18 നേരിയ തോതിലുള്ള മുന്നേറ്റം, ഏകദേശം 0.61% മുന്നേറ്റവുമാണ് പ്രകടമാവുന്നത്. ഈ ഒരു മേഖലയിലെ മറ്റ് ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിഷ് TV, ഹാത്വേ കേബിൾ, സി എന്റർടൈൻമെന്റ് എന്നിവയിലും മുന്നേറ്റമാണ് പ്രകടമാവുന്നത്. മീഡിയ സെക്ടറിലെ ടോപ്പ് ലോസസ് ലിസ്റ്റിൽ സരിഗമ, അതുപോലെ സൺ TV, ടിപ്സ് ഇൻഡസ്ട്രീസ് എന്നിവയിലും നേരിയ തോതിലുള്ള ഇടിവാണ് പ്രകടമാവുന്നത്.
ഇനി മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഓട്ടോ സെക്ടറിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 0.15% ഇടിവാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ പോലും ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് സ്റ്റിൽ ഓട്ടോ സെക്ടർ ട്രേഡ് ചെയ്യുന്നത്. 25,572 എന്നതൊരു ഹൈ ഡിമാൻഡ് സോൺ ആയി ആക്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇനി അവസാനമായി മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ സെന്റിമെന്റ് ആണ് കാണാൻ സാധിക്കുന്നത് എങ്കിൽ പോലും സെലക്റ്റീവായ സ്റ്റോക്സിലെല്ലാം നല്ലൊരു മൂവ്മെന്റ് ആണ്, എക്സ്പ്ലോസീവ് മൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. യെസ്, ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. വിഷ്ണു.